ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ഇടവിട്ട് ശക്തമായ മഴ തുടരുകയാണ്. പടിഞ്ഞാറൻ മേഖല ഇപ്പോഴും വെള്ളക്കെട്ടിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഉണ്ടായിരുന്ന ആശങ്ക പതിയെ ഒഴിയുന്നുണ്ട്. പതിയെ അവിടെ വെള്ളക്കെട്ട് ഒഴിയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ കോട്ടയത്ത് ഇങ്ങനെ മഴ നിൽക്കുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. പല മേഖലകളിലും താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. വിവിധ മേഖലകളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ ചേരുന്നു. കോട്ടയത്ത് നിന്ന് ഷിനോജ് ഉണ്ട്, തിരുവല്ലയിൽ നിന്ന് കണ്ണൻ നായർ, ഇടുക്കിയിൽ നിന്ന് ജെയ്നസ് രാജു, കൊച്ചിയിൽ നിന്ന് വിഷ്ണു, വയനാട്ടിൽ നിന്ന് കമൽ, കോഴിക്കോട് നിന്ന് ഷഹീദ്, അഞ്ജന, ഒപ്പം കാസർഗോഡ് നിന്ന് സാരംഗ്. അങ്ങനെ വിവിധ മേഖലകളിൽ നിന്ന് നമ്മളുടെ പ്രതിനിധികൾ ഇപ്പോഴത്തെ വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം നമുക്ക് കോട്ടയത്ത് നിന്ന് ഷിനോജിലേക്ക് പോകാം. ഷിനോജ്, ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ പത്തനംതിട്ടയിലൊക്കെ ഒരു ആശങ്ക ചെറിയ തോതിലൊന്ന് കുറയുമ്പോൾ സാധാരണഗതിയിൽ എപ്പോഴും അത് അപ്പർ കുട്ടനാട്ടിലേക്കാണ് ആദ്യം പോകുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ നല്ല മഴ കൂടിയാവുമ്പോൾ അവിടെ വെള്ളം നിയന്ത്രണാതീതമായി ഉയരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുന്നുണ്ടോ? ഏതൊക്കെ മേഖലകളിലാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടാവുന്നത്? ശ്രീജ, പടിഞ്ഞാറൻ മേഖലയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ദുരിതമുള്ളത്. കോട്ടയത്തിൻ്റെ നഗരമേഖലകളിൽ നിന്നൊക്കെ തന്നെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഒരു പൂർണ്ണമായും ശാശ്വതമായ പരിഹാരത്തിലേക്കൊന്നും തന്നെ ഇതുവരെയും എത്തിയിട്ടില്ല. നിലവിൽ ഇപ്പോൾ മീനച്ചിലാറിലെ മണിമലയാറിലേക്ക് തന്നെ ജലനിരപ്പ് കുറയുന്നുണ്ട്. ഇടവിട്ട് മഴ പെയ്യുന്നതാണ് ഇതിലേറ്റവും ദുരിതമെന്ന് പറയുന്നത്. കാരണം ഈ ഒഴുക്ക് വെള്ളത്തിനൊപ്പം തന്നെ കിഴക്കൻ വെള്ളം എത്തുന്നതിനൊപ്പം തന്നെ പെയ്ത്ത് വെള്ളം കൂടി ആകുന്ന സമയത്താണ് ഈ പടിഞ്ഞാറൻ മേഖല കൂടുതൽ ദുരിതത്തിലേക്ക് പോകുന്നത്. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം കോട്ടയത്ത് ഇല്ല. നിലവിൽ വെള്ളം ഇറങ്ങിപ്പോകുന്നുണ്ട്. ഈ മഴ ഇടവിട്ട് പെയ്യുന്നതാണ് നിലവിൽ ഇപ്പോൾ ഏറ്റവും ഒരു ദുരിതം എന്ന് പറയുന്നത്. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ഫയർ സ്റ്റേഷനിന് മുൻപിലാണ്. കഴിഞ്ഞ ഒരു 5 ദിവസമായി ഏറ്റവും കൂടുതൽ ഈ ജില്ലയ്ക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി പണിയെടുത്ത ഒരു സംഘം എനിക്കൊപ്പം ഉണ്ട്. എന്തായാലും ഇത് കോട്ടയം സിവിൽ സ്റ്റേഷൻ്റെ ഫയർ സ്റ്റേഷൻ്റെ മുൻപിലോട്ടുള്ള ഈ ടെലിഫോണുകളാണ്. ഒരു 4-5 ടെലിഫോണുകളുണ്ട്. ഈ 5 ഫോണും കഴിഞ്ഞ 5 ദിവസവും നിർത്താതെ അടിക്കുകയായിരുന്നു അല്ലേ? ഇപ്പോഴും. നമസ്കാരം, ഫയർ സ്റ്റേഷൻ കോട്ടയം. ഹലോ, പറഞ്ഞോളൂ. ഇത് നടക്കുന്ന കാര്യമാണ്. കാരണം സ്ഥിരമായിട്ട് ഒരു സ്ഥലത്തുനിന്ന് എന്തെങ്കിലും സഹായത്തിന് വേണ്ടി വിളിക്കുന്നു, ആദ്യം നമ്പർ ചോദിക്കുന്നു, സ്ഥലം ചോദിക്കുന്നു, വീട്, തുടർന്ന് ഏറ്റവും അടുത്തുള്ള സംഘത്തെ ഫയർ റെസ്ക്യൂ ടീമിനെ അങ്ങോട്ടേക്ക് അയക്കുന്നു. ഇതാണ് കഴിഞ്ഞ 5 ദിവസം ഇവിടെ നിർത്താതെ നടന്നുകൊണ്ടിരുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. കഴിഞ്ഞ 5 ദിവസം ഉറക്കമില്ലായിരുന്നു. അതെ, ഒരുപാട് യൂണിറ്റുകളിൽ നിന്ന്, ഒരുപാട് സ്റ്റേഷനുകളിൽ നിന്ന് നിരന്തരമായി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ ഓരോന്നായി ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനിടയിൽ പലതരത്തിലുള്ള കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒഴിപ്പിക്കൽ മാത്രമല്ല, പല തരത്തിലുള്ള കോളുകൾ, ഇപ്പോൾ മരമൊക്കെ വീണ് ഗതാഗത തടസ്സം, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലൊക്കെ, അവരുടെ ജീവന് ബാധിക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള കോളുകളാണ്. ഇതിവിടെ തിരുവാർപ്പ് ടീം അവിടെ ഉണ്ടെന്ന്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ നമ്പർ അവർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ ഉണ്ട് ടീം. അതുകൊണ്ട് അവർക്ക് തന്നെ ഇതിപ്പോൾ അങ്ങോട്ട് നമ്മൾ വാട്സപ്പിലോ ഇതിലോ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അവർ ക്യാരി ഓവർ ചെയ്തോളൂ. അവർ അതായത് ആരോ സഹായം അഭ്യർത്ഥിച്ച് വിളിച്ചതാണ്. ഉടൻ തന്നെ ഒരു സംഘം അവിടേക്ക് എത്തിപ്പോകും. എന്തായാലും ഈ ഒരു പൂർണ്ണമായ സംഘം എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോഴും ഫീൽഡിൽ നിൽക്കുന്ന നിരവധി ആളുകളൊക്കെ ഉണ്ട്. കാരണം ഇവരാണ് കഴിഞ്ഞ 5 ദിവസം പണിയെടുത്തത്. ഉറക്കമില്ലാതെ പണിയെടുക്കുകയായിരുന്നു. അതെ. കഴിഞ്ഞ 1-ാം തീയതി രാവിലെ വെളുപ്പിനെ 2:30 തുടങ്ങിയ ഉരുൾപൊട്ടലോടനുബന്ധിച്ചുള്ള പ്രളയത്തിൻ്റെ കെടുതികളിൽ രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു കോട്ടയം ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്. കോട്ടയം ഫയർ സർവീസിലെ 474 ജീവനക്കാരും മറ്റുള്ള ജില്ലയിൽ നിന്ന് 134 ജീവനക്കാർ ഉൾപ്പെടെ 608 ജീവനക്കാരാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് പങ്കെടുത്തുകൊണ്ടിരുന്നത്. 172ഓളം കോളുകൾ ഇന്ന് രാവിലെ 6 മണി വരെ ഞങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. 1349ഓളം ജീവനുകളെ ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ സാധിച്ചു. വളരെയധികം വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ്, തിരുവനന്തപുരത്ത് നിന്നുള്ള സ്കൂബ ടീം, ഇവരൊക്കെ അനവധി രക്ഷാപ്രവർത്തനങ്ങളാണ്. ഇറങ്ങി വരാൻ മടിക്കുന്ന ആളുകളുണ്ടോ ഇവർ വെള്ളം? തീർച്ചയായിട്ടും ഉണ്ട്. അത് ഒരുപക്ഷെ അവരുടെ ആത്മവിശ്വാസമായിരിക്കാം. ചിലപ്പോൾ വീടുകൾ വിട്ടുപോരാൻ പറ്റാത്ത ഒരു മാനസികമായ ഒരു അറ്റാച്ച്മെൻറ്റ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. കൂടുതൽ നിർബന്ധിക്കാൻ പറ്റത്തില്ല. എങ്കിൽ പോലും ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ്. സ്ക്യൂബ ടീം കൂടി ചേരുന്നുണ്ട്. ഒരു മൃതദേഹം ഉൾപ്പെടെ ഞങ്ങൾ ബോഡി റിക്കവർ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. അത് അവിടെ വളരെ ദുഷ്കരമായ അനുഭവമായിരുന്നു. രഞ്ജിത്ത് നിന്ന് 34 വയസ്സുള്ള ഒരാളാണ് പെട്ടത്. നമ്മൾ പറഞ്ഞു കണ്ടമാണെന്നാണ് പറഞ്ഞത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് പയറിൻ്റെ പന്തലിട്ടിട്ടുണ്ടായിരുന്നു. മൊത്തം വള്ളിയും കേബിളും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. സ്ട്രക്ചറിലും കിടപ്പ് രോഗികളും ഒക്കെ തന്നെ രക്ഷപ്പെടുത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ബുദ്ധിമുട്ടായി. ഇപ്പോഴും വിളിച്ചാൽ ഇറങ്ങി വരാത്ത ആൾക്കാരുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്.
ഇപ്പോഴും നമ്മൾ വെള്ളത്തിൽ തന്നെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെ നമ്മൾ വിവരം അറിയിച്ചിട്ടുണ്ട്. അറിയിച്ച ആൾക്കാർ ഈ പറഞ്ഞ കണക്ക് വെള്ളം ഇറങ്ങും എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ നമുക്കിവിടെ വരുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മളിവിടുന്ന് ഒരു ടീമായിട്ട് തന്നെ ഉടനടി തന്നെ നമ്മളിവിടുന്ന് ടീം വിട്ട് നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം നിലവിൽ മഴ കുറഞ്ഞിരിക്കുകയാണ്. എങ്കിലും പ്രായമായ ആൾക്കാരെയൊക്കെ ഇറക്കിക്കൊണ്ടുവരാൻ ഭയങ്കര പാടായിരിക്കും. അവർ പറയും ഇല്ല വെള്ളമൊക്കെ കുറേ കണ്ടതാണെന്ന് തരത്തില്ല. അവരെയൊക്കെ പറഞ്ഞ് അനുനയിപ്പിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതെ അത് ഇപ്പോൾ നിലവിൽ രാവിലെ നമ്മളിപ്പോൾ ഒരു 2 പ്രായമായിട്ടുള്ള 2 പേരെ നമ്മൾ അവിടെ നിന്ന് രക്ഷാപ്രവർത്തനം നടത്തി കൊണ്ടുവന്ന് ഇവിടെ നിന്നാണ് ആംബുലൻസിൽ കൊണ്ടുപോയത്. അവർ നമ്മൾ വയ്യാത്ത ആൾക്കാരും നടക്കാൻ സാധിക്കാത്ത ആൾക്കാരുമായിട്ട് നമ്മൾ സ്ട്രക്ചറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അവരെ കൊണ്ടുവന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. ആകെ രക്ഷാപ്രവർത്തനം സാർ അവിടെ നിന്ന് ഇന്നലെ ഒരു പ്രഗ്നൻ്റ് ആയ ഒരു ലേഡിയെ ഞങ്ങൾ ബോട്ടിൽ എത്തിച്ചായിരുന്നു. പിന്നെ വന്നിട്ട് ഞങ്ങളുടെ ടീമുണ്ട്. ഞങ്ങൾ പോയ സ്ഥലത്തായിരുന്നു, നിങ്ങളുടെ ചാനലുകാരൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ ഒരു വയസ്സായ ഒരു അന്ന് ന്യൂസിലുള്ളതാണ് ആളിനെ ഞങ്ങൾ ബോട്ടിൽ കൊണ്ടുവന്നായിരുന്നു. സമ്മതിച്ചോടെ ഇറങ്ങി വരുന്നതാണോ? ഇവർ കുറച്ച് പേര് നമ്മൾ നിർബന്ധിച്ച് കൊണ്ടുവരുന്നുണ്ട്. കാരണം അത്രയും ഇതായിട്ടുള്ള സ്ഥലം ദിവസമായി പകലില്ലാതെ ഒരു പക്ഷേ ക്യാമറയുടെ ദൃശ്യങ്ങളിൽ ഇവരെ പലപ്പോഴും നമ്മൾ കണ്ടു എന്ന് വരില്ല. കാരണം അവർ ദൃശ്യങ്ങൾക്ക് അപ്പുറത്തേക്കാണ്. അവർ രക്ഷപ്പെടുത്തുന്ന ആളുകളാവും നമ്മുടെ ദൃശ്യങ്ങളിൽ എപ്പോഴും പെടാറുള്ളത്. പക്ഷേ ഇവർ അങ്ങനെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഏറ്റവും ദുഷ്കരമായ രക്ഷാപ്രവർത്തനം നടത്തുന്നവരാണ്. അതിനിടയിലാണ് സ്വന്തം വീടും വീട്ടുകാരെയും അല്ലെങ്കിൽ പ്രിയപ്പെട്ടതെല്ലാം ഉപേക്ഷിച്ച് റിസ്ക് ഉണ്ടെന്നറിഞ്ഞിട്ടും അവിടെ തുടരുന്ന ആളുകളെ അതിൻ്റെ ഇടയിൽ കൺവിൻസിങ്, അങ്ങനെ ഒരു വലിയ ദൗത്യം കൂടി ഇവർക്കുണ്ട്. പറഞ്ഞ് മനസ്സിലാക്കി അവിടെ നിന്ന് കൊണ്ടുപോകുക, അങ്ങനെ ഒരു വലിയ ദൗത്യം നിർവഹിച്ച് വലിയ അപകടങ്ങളില്ലാതെ ഈ ഒരു ദുരിതകാലം താണ്ടാൻ നമുക്ക് തുണയായവരാണ്, നമുക്ക് കരുത്ത് തന്നവരാണ്, നമ്മുടെ കൂടെ നിന്നവരാണ് ഈ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്. അപ്പോൾ അവർക്കുള്ള ഒരു സെല്യൂട്ട് കൂടി ആവട്ടെ. അവരെയൊക്കെ നമ്മൾ ഈ ക്യാമറ ദൃശ്യങ്ങളിൽ കാണുന്നതും അവരുടെ സേവനത്തെപ്പറ്റി നമ്മൾ ഉറക്കെ പറയുന്നതും.